Dear students, a patient experiences that he is hearing voices of people who are talking several kilometers away. What type of hallucination it is? Options: visual hallucination, auditory hallucination, extracampane hallucination, reflex hallucination. ആക്ച്വലി ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആൻസർ ചെയ്തത് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ഓപ്ഷൻ തന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന എക്സ്ട്രാ ക്യാമ്പയിൻ ഹാലൂസിനേഷൻ എന്നുള്ളതാണ്. എന്താണ് എക്സ്ട്രാ ക്യാമ്പയിൻ ഹാലൂസിനേഷൻ എന്നുള്ള കാര്യം തിരിച്ചറിയുക. എക്സ്ട്രാ ക്യാമ്പയിൻ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പെർസീവ് ചെയ്യുന്നു, ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് അവർ ഫീൽഡ് ഓഫ് സെൻസേഷൻ ഓർ ഫീൽഡ് ഓഫ് വിഷൻ, നമ്മളുടെ ഫീൽഡ് ഓഫ് വിഷൻ അപ്പുറത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നതായിട്ടോ കാണുന്നതായിട്ടോ പെർസീവ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള രീതിയിലേക്ക് അവർ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഹാലൂസിനേഷനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ട്രാ ക്യാമ്പയിൻ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇദ്ദേഹം കുറച്ച് വോയിസുകൾ കേൾക്കുന്നു. എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഏകദേശം കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നാണ്. സാധാരണ ഒരാൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്ത ലിമിറ്റുകൾക്കപ്പുറത്ത് നിന്നാണ് ഇദ്ദേഹം സൗണ്ടുകൾ കേൾക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ആൻസർ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ എക്സ്ട്രാ ക്യാമ്പയിൻ ഹാലൂസിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് കോച്ചിങ്ങിൻ്റെ സഹായമില്ലാതൊക്കെ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പഠിച്ച ബേസിക് നോളജ് വെച്ച് നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് എഴുതുന്നതെല്ലാം നെഗറ്റീവ് മാർക്കായിട്ട് പോകും. നമുക്കത് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. ഇത് എഴുതാതിരിക്കുന്ന കുട്ടിയേക്കാൾ വലിയ ലോസ് ആണ് എഴുതുമ്പോൾ സംഭവിക്കുന്നത്, അല്ലേ? 0.33 മാർക്ക് എന്ന് പറയുമ്പോൾ DMA എക്സാമിനേഷന് 200-250 റാങ്ക് വരെ ചിലപ്പോൾ മാറിക്കിടക്കാം ഡീറ്റെയിൽ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ച് തന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോ കോച്ചിങ് സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക.